വാർത്തകൾ തുടരുന്നു. തമിഴ്നാട് കമ്പത്ത് 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്പംമേട്ട് റോഡിൽ നിർത്തിയിട്ട കാറിനകത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 പുരുഷന്മാരുടെയും 1 സ്ത്രീയുടെയും മൃതദേഹമാണ് കാറിനുള്ളത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, കമ്പത്ത് 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? വാർത്തയുടെ വിശദാംശങ്ങൾ. വൃന്ദ, കമ്പത്ത് നിന്നും കമ്പമേട്ട് പോകുന്ന പാതയിലാണ്. ഈ റോഡിൽ നിന്നും അല്പം മാറി ഒരു തോട്ടത്തിനുള്ളിലാണ് ഈ കാർ കിടന്നിരുന്നത്. ഈ കാറിനുള്ളിലാണ് 3 പേരുടെ മൃതദേഹം കണ്ടത്. 2 പുരുഷന്മാർ മുൻസീറ്റിലും സ്ത്രീ പിൻസീറ്റിലുമാണ് ഇരിക്കുന്ന മൃതദേഹം കണ്ടത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അനുസരിച്ച് പുതുപ്പള്ളി സ്വദേശിയായ അഖിലേഷ് ജോർജിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം. പുതുപ്പള്ളി ജോർജ് കറിയ എന്ന ആളുടെ മകനാണ് ഈ അഖിലേഷ് ജോർജ്. ഈ വാഹന ഉടമയും മാതാപിതാക്കളെയും 2 ദിവസമായി കാണാനില്ലെന്ന് കാണിച്ച് വാകത്താനം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവരാണ് ഈ കാറിനുള്ളിൽ ഉള്ളതെന്നാണ് പ്രാഥമിക നിഗമനം. കാറിന്റെ സമീപത്ത് നിന്നും കീടനാശിനി കുപ്പി ലഭിച്ചതായാണ് വിവരം. ഏതായാലും ആത്മഹത്യ എന്നാണ് ഒരു പ്രാഥമിക നിഗമനത്തിൽ തമിഴ്നാട് പോലീസ് എത്തിയിരിക്കുന്നത്. ഏതായാലും തമിഴ്നാട് പോലീസ് സ്ഥലത്തെത്തി ബാക്കിയുള്ള മേൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ശേഷം ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാവും. വൃന്ദ, വ്യക്തമാണ്. തമിഴ്നാട് കമ്പത്ത് 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്പംമേട്ട് റോഡിൽ നിർത്തിയിട്ട കാറിനകത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 പുരുഷന്മാരുടെയും 1 സ്ത്രീയുടെയും മൃതദേഹമാണ് കാറിനുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ് ആന്റണി.